സ്നേഹപൂർവ്വം ക്ഷമ സീരിയലിൻ്റെ ഒരു കമ്മിങ് സൂൺ എപ്പിസോഡിൻ്റെ പ്രമോ റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ വരുണും പ്രിയങ്കയും കൂടി വീട്ടിൽ തിരിച്ചെത്തുമ്പോൾ കാണുന്നത് വരുണിൻ്റെ ബർത്ത്ഡേ സെലിബ്രേറ്റ് ചെയ്യാനായിട്ട് വീടൊക്കെ അലങ്കരിച്ച് വെച്ചിരിക്കുവാണ് കേട്ടോ. ഈ സമയം വരുണിൻ്റെ ബർത്ത്ഡേ വിഷ് ചെയ്തുകൊണ്ട് മുത്തശ്ശിയും അമ്മയും അച്ഛനും ബിജുവും സൂര്യയും എല്ലാവരും അങ്ങോട്ടേക്ക് വരുവാണ്. അങ്ങനെ എല്ലാവരും വരുണിൻ്റെ ബർത്ത്ഡേ ഒക്കെ വിഷ് ചെയ്യുകയാണ് കേട്ടോ. ഈ സമയം പ്രിയങ്ക റൂമിൽ പോയി വരുണിന് വേണ്ടി വാങ്ങിവെച്ച ഡ്രസ്സിൻ്റെ കവർ എടുത്തുകൊണ്ട് വരിക. ഇത് വരുണിന് എൻ്റെ വക ഒരു പിറന്നാൾ സമ്മാനം, ഇതിട്ട് വേണം വരുൺ ബർത്ത്ഡേക്ക് കേക്ക് കട്ട് ചെയ്യണമെന്ന് എൻ്റെ ആഗ്രഹം. അന്നേരം വരുണത് വാങ്ങുന്നുണ്ട്. എന്നിട്ട് വരുൺ പറയണേ, ഞാൻ എൻ്റെ പ്രിയപ്പെട്ടവൾ തന്ന സമ്മാനം ഇട്ടുകൊണ്ടായിരിക്കും പിറന്നാളിൻ്റെ ഫംഗ്ഷന് വേണ്ടി നിൽക്കുക. അങ്ങനെ പറഞ്ഞ് വരുൺ റൂമിലേക്ക് പോകുവാണ് കേട്ടോ. അങ്ങനെ എല്ലാവരും വരുൺ ഒരുങ്ങി റെഡിയായി വരുന്നത് കാത്തു നിൽക്കുവാണ്. ഈ സമയം റൂമിലെത്തുന്ന വരുൺ രാധികയുടെ കയ്യിൽ നിന്ന് മേടിച്ചൊരു കവറുണ്ടല്ലോ, അതെടുത്ത് നോക്കുവാണ്. അങ്ങനെ അത് തുറന്ന് നോക്കുമ്പോഴേക്കും അതിലൊരു ഷർട്ടും മുണ്ടുമായിരിക്കും. വരുൺ അങ്ങനെ രാധിക വരുണിനായി വാങ്ങിച്ചു വെച്ച ആ ബർത്ത്ഡേ സമ്മാനം തന്നെയാണ് കേട്ടോ വരുണെടുത്ത് അണിയുന്നത്. അങ്ങനെ ആ ഷർട്ടും മുണ്ടും ധരിച്ച് വരുൺ താഴത്തേക്ക് ഇറങ്ങി വരുക. അത് കാണുന്ന പ്രിയങ്ക മനസ്സിൽ പറയണേ, ഞാൻ വരുണിന് വേണ്ടി വാങ്ങിയ ഡ്രസ്സ് ഇതല്ലല്ലോ. ഈ സമയം വീട്ടിലെ ബാക്കി എല്ലാവരും വിചാരിച്ചിരിക്കുന്നത് പ്രിയങ്ക കൊടുത്ത ഡ്രസ്സാണെന്നാണ് കേട്ടോ. അങ്ങനെ അവർ തമ്മിലുള്ള പിണക്കമൊക്കെ മാറിയെന്ന് പറഞ്ഞ് എല്ലാവരും സന്തോഷിച്ച് നിൽക്കുവാണ്. ഈ സമയം പ്രിയങ്ക വരുണിനോട് ചെവി ചോദിക്കുക, അല്ല ഇതേത് ഡ്രസ്സാണ്, ഞാൻ വരുണിന് സമ്മാനിച്ചത് ഇതല്ലല്ലോ. അന്നേരം വരുൺ പ്രിയനോട് പറയണേ, എനിക്ക് പ്രിയപ്പെട്ടവൾ തന്നത് ഇതാണ്. പിന്നീട് കാണിക്കുന്നത് വരുണിൻ്റെ ബർത്ത്ഡേക്ക് വേണ്ടി സദ്യ ഉണ്ടാക്കാനായിട്ട് അടുക്കളയിലെത്തുന്ന പ്രിയങ്കേനെ ആയിരിക്കും കേട്ടോ. ഈ സമയം കൽപ്പനയും ഉർവശിയും പത്മിനിയും എല്ലാവരും അടുക്കളയിലേക്ക് എത്തുവാണ്. അങ്ങനെ കൽപ്പന പറയണേ, ഞങ്ങൾ വേണമെങ്കിൽ എന്തെങ്കിലും അരിഞ്ഞോ മറ്റോ തന്ന് പ്രിയങ്കയെ സഹായിക്കാം. അന്നേരം പ്രിയങ്ക പറയണേ, ഏട്ടത്തി വെല്ലുവിളിച്ചത് എന്നെയല്ലേ, അതുകൊണ്ട് തന്നെ എനിക്ക് ആരുടെ സഹായം വേണ്ട, ഒരാൾ പോലും അടുക്കളയിലേക്ക് വരാൻ പാടില്ല. അങ്ങനെ മുത്തശ്ശി അമ്മയും അതിന് സമ്മതിക്കുവാണ്. അവരങ്ങനെ പുറത്തേക്ക് പോകുവാണ് കേട്ടോ. ഈ സമയം പ്രിയങ്ക തന്നെ കൽപ്പനേനെയും ഉർവശിനെയും പിടിച്ച് അടുക്കളയിൽ നിന്ന് പുറത്താക്കുവാണ്. എന്നിട്ട് അടുക്കളയുടെ വാതിൽ അടച്ചിടുവാണ് കേട്ടോ. ഈ സമയം ദേഷ്യത്തോടെ പുറത്ത് നിൽക്കുവാണ് കൽപ്പനയും ഉർവശിയും. ഉർവശി കൽപ്പനയോട് പറയണേ, കണ്ടില്ലേ, ഇത്രയൊക്കെ ആയിട്ടും അവളുടെ അഹങ്കാരത്തിന് ഒരു കുറവുമില്ല. അന്നേരം കൽപ്പന പറയണേ, എന്താണെങ്കിലും ഇന്നത്തോട് തീരും അവളുടെ അഹങ്കാരം, അവൾ എങ്ങനെ ഈ സദ്യ ഉണ്ടാക്കാൻ പോകുന്നതെന്ന് എനിക്കൊന്ന് കാണണമല്ലോ. പിന്നീട് കാണിക്കുന്നത് മുത്തശ്ശി രാധികനെ ഓരോന്ന് പറഞ്ഞ് പടങ്ങിക്കൊണ്ടിരിക്കുക. നീ രാവിലെ തൊട്ട് എവിടെയൊക്കെ കറങ്ങി തിരിഞ്ഞ് നടക്കുമായിരുന്നില്ലേ, ഇവിടുത്തെ ഒരു ജോലിയും ചെയ്ത് തീർത്തിട്ടുമില്ല. അതെങ്ങനെയാ, നിനക്ക് നാട്ടിൽ കറങ്ങിയിടിച്ച് നടക്കാനല്ലേ പണി, ഒരു നേരം നീ കാരണം എനിക്ക് സമാധാനമില്ല. ഇന്ന് പുറത്തുപോയി എന്തൊക്കെ പുതിയ പ്രശ്നങ്ങളാണ് നീ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. അങ്ങനെ രാധികയെ വഴക്ക് പറഞ്ഞുകൊണ്ടിരിക്കുമായിരിക്കോട്ടെ മുത്തശ്ശി. ഈ സമയത്താണ് രാധികയുടെ ഫോണിലേക്ക് പ്രിയങ്ക വിളിക്കുന്നത്. അന്നേരം രാധിക ഫോൺ എടുക്കാൻ തുടങ്ങുമ്പോൾ മുത്തശ്ശി തടയണേ, എങ്ങോട്ടാ, ഇനി ഫോണിലേക്ക് ഞെരിച്ചുകൊണ്ട് നിൽക്കും, മര്യാദക്ക് പറഞ്ഞ പണി വേഗം ചെയ്ത് തീർക്കാൻ നോക്ക്. ഇതേ സമയം പ്രിയങ്കയാണെങ്കിൽ രാധികയെ ഫോണിൽ വിളിച്ചിട്ട് കിട്ടാതെ ആകെ ടെൻഷൻ അടിച്ച് എന്ത് ചെയ്യുമെന്ന് പറഞ്ഞ് തലക്ക് കൈയും കൊടുത്ത് നിൽക്കുവാണ്. അപ്പോൾ അതാണ് പ്രൊമോയിൽ കാണിക്കുന്നത്. ഈ ഒരു പ്രൊമോ റിവ്യൂ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ മറക്കാതെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യണേ. ഇതുപോലുള്ള കൂടുതൽ റിവ്യൂസിനായിട്ട് ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. താങ്ക്